ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ആരാധനാമൂർത്തിയായ നമ്മുടെ നരസിംഹസ്വാമിയുടെ ജന്മദിനമാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിക്കണമെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതായത് നമ്മുടെ നരസിംഹസ്വാമി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആരാധ്യ ദേവനാണ്. അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിക്കാനുണ്ടായ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിരന്തര പീഡനം കാരണം കുഞ്ഞ് നാരായണനെ മനസ്സുരുകി വിളിക്കുകയും എപ്പോഴും നാരായണനാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രഹ്ലാദൻ. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന പ്രഹ്ലാദനെ സ്വന്തം അച്ഛന് അത് ഇഷ്ടമേ അല്ല. അങ്ങനെ ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നാരായണനാമം ജപിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആ അച്ഛൻ ആ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തര പീഡനങ്ങൾ കണ്ടിട്ട് ഭഗവാന് ഒരു ദിവസം അച്ഛൻ ഭയങ്കരമായിട്ട് കുഞ്ഞിനെ ഉപദ്രവിച്ചു. എന്നിട്ട് ഒരു തൂണ് തല്ലി തകർത്തിട്ട് ഈ തൂണിൽ നിൻ്റെ നാരായണനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ നിന്ന് നരസിംഹ രൂപത്തിൽ ആണ്, അതായത് പകുതി സിംഹവും പകുതി മനുഷ്യരൂപത്തിൽ, അങ്ങനെ ആ ഒരു രൂപത്തിലാണ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. അങ്ങനെ അതൊരു ത്രിസന്ധ്യ സമയത്താണ്. അത് ഒരു വെളുത്ത പക്ഷത്തിൽ ഈ നമ്മുടെ ഈ ദിവസമാണ്, അതായത് ഈ വിശാഖം നാളിലാണ് ഭഗവാന് ജനിക്കുന്നത്, ഭൂമിയിൽ അവതരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ആ ദിവസം നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശത്രുശല്യം പൂർണ്ണമായിട്ടും, അതായത് ശത്രുദോഷമാണല്ലോ നമുക്കെല്ലാവരിലെയും ഓരോ വ്യക്തിക്കും എത്ര ശത്രുക്കൾ, നമുക്ക് ശത്രുക്കൾ മനസ്സിൽ കാണില്ല, പക്ഷേ നമ്മുടെ ഉയർച്ചയിലും നമ്മുടെ ഓരോ പ്രവൃത്തിയെ പോലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ ഒരു നെഗറ്റീവ്സാണ് നമുക്ക് ശത്രുതയായിട്ട് വരുന്നത്. അപ്പോൾ അതാണ്, അല്ലാതെ വലിയ ശത്രുക്കളൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ആരുമായിട്ട് ശത്രുതയോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമേ കാണില്ല. പക്ഷെ നമ്മൾക്ക് ഉണ്ടാകുന്ന വളർച്ചയിൽ ചില അസൂയാലുക്കൾക്ക് വരുന്ന ആ ഒരു ഈഗോയാണ് അത് നമുക്ക് ശത്രുദോഷമായിട്ട് ഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തെറ്റുകാരല്ല എങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഉറപ്പായും ഭഗവാൻ അതിൻ്റേതായ ശിക്ഷ നടപ്പിലാക്കുന്നതായിരിക്കും. ഭഗവാൻ ഉടനടി അങ്ങനെയുള്ള നിസ്സഹായരായ ആളുകളെ സഹായിക്കാൻ ഭഗവാൻ ഈ ലോകത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ വന്ന ഭഗവാനാണ് നമ്മുടെ നരസിംഹമൂർത്തി. അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് എത്രയും ജപിക്കാമോ അത്രയും ജപിക്കുക. അതുപോലെ തന്നെ നരസിംഹ അവതാരം ഭാഗവതത്തിൽ നിങ്ങൾ കഴിവതും വായിക്കാൻ നോക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ നാമമായ ഓം ഉഗ്രം വീരം മഹാവിഷ്ണം ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം എന്ന മന്ത്രം നമുക്ക് ജപിക്കാം. അതുപോലെ തന്നെ ഓം വജ്രനഹായ വിദ്മഹേ തീഷ്ണദംഷ്ട്രായ ധീമഹി തന്നോ നൃസിംഹ പ്രചോദയാത് എന്ന മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ്. അങ്ങനെ ഈ മന്ത്രമൊക്കെ ഒരു 108 പ്രാവശ്യം കഴിവതും നിങ്ങൾ ജപിക്കാൻ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പം നമുക്ക് ശത്രുദോഷം തന്നെയല്ല, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ തൊഴിലിനൊരു തടസ്സമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പഠന വൈകല്യമുണ്ട്, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുവോ അതൊക്കെ മനസ്സിരുത്തി ഭഗവാനെ അതൊന്നും മാറ്റിത്തരണേ, ഇതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഇന്നത് ഉറപ്പായിട്ടും നടക്കുന്നതായിരിക്കും. ഇന്ന് ത്രിസന്ധ്യയ്ക്ക് തന്നെ നിങ്ങളിത് ജപിക്കാൻ നോക്കുക. അതുപോലെ വൈകുന്നേരം ഒക്കുന്നൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ അത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഭഗവാൻ ഇന്ന് അട നിവേദിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അട ഉണ്ടാക്കിയിട്ട് അത് സന്ധ്യാസമയത്ത് ഭഗവാൻ വിളക്ക് കത്തിച്ചിട്ട് ഭഗവാന് നിവേദിക്കുക. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുക. പിന്നീട് അത് എടുത്തതിന് ശേഷം അത് വളരെയധികം ഉത്തമമായിരിക്കും. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ്. അത് അമ്പലത്തിലും നമുക്ക് നടത്താവുന്നതാണ്. അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു വീട്ടിൽ ചെയ്യുക. ഉറപ്പായിട്ട് എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.